ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഈ ഒരു ഗ്രിഡ് ലൈൻസ് വരയ്ക്കുന്നതിൻ്റെ വീഡിയോ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിന് ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ അത് നോക്കിയിട്ട് നിങ്ങൾ വരച്ചാൽ മതി. ഇപ്പോൾ ഞാനിത് പേപ്പറിലാണ് വരച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ അളവും കാര്യങ്ങളൊക്കെ ഞാൻ വീഡിയോയ്ക്ക് പറയുന്നുണ്ട്. അപ്പോൾ അത് നോക്കിയിട്ട് നിങ്ങൾ ചെയ്യുക. നമ്മളിന്ന് വരയ്ക്കാൻ പോകുന്ന ദുൽഖർ സൽമാൻ്റെ ഒരു ഫോട്ടോയാണ്. അപ്പോൾ നമ്മൾ മോഹൻലാലിൻ്റെ ഡ്രോയിങ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇരുന്നത്. അപ്പോൾ എനിക്ക് ആ ഒരു ഫോട്ടോ കറക്റ്റ് ഇമേജ് ഒന്നും കിട്ടിയിട്ടില്ല. നല്ലൊരു ഇമേജ് കിട്ടിയില്ല. അതുകൊണ്ടാണ് ഞാനിപ്പം ഈ ഒരു ഇമേജ് എനിക്ക് കിട്ടി. അപ്പം ഇത് തന്നെ ആദ്യം ചെയ്യാമെന്ന് കരുതി ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മൾ പാർട്ട് 1 ആയിട്ട് എല്ലാ വീഡിയോയിലും പോലെ തന്നെ നമ്മൾ ഔട്ട്ലൈനാണ് ചെയ്യുന്നത്. അപ്പോൾ ഔട്ട്ലൈൻ ചെയ്യുമ്പം കറക്റ്റായിട്ട് തന്നെ ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ നിങ്ങൾക്ക് തെറ്റിപ്പോകാൻ ചാൻസ് ഉള്ള കാര്യങ്ങളൊക്കെ ഞാനിവിടെ സൂം ചെയ്ത് കാണിക്കുന്നുണ്ട്. കണ്ണ്, മൂക്ക് അങ്ങനെ കാര്യങ്ങളൊക്കെ വരയ്ക്കുമ്പോഴായിരിക്കും മിക്കവർക്കും തെറ്റിപ്പോകുന്നത്. അപ്പോൾ ആ ഒരു ഭാഗമൊക്കെ ഞാൻ സൂം ചെയ്ത് കാണിക്കുന്നുണ്ട്. അപ്പോൾ അത് നോക്കിയിട്ട് നിങ്ങൾ അതുപോലെ ചെയ്താൽ മതി. ഞാൻ എന്തെങ്കിലും സംശയം നിങ്ങൾക്ക് കമൻറ്റായിട്ട് ചോദിക്കാം, അല്ലെങ്കിൽ മെസ്സേജായിട്ട് ചോദിക്കാം. ഞാൻ ഇൻസ്റ്റാഗ്രാം ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാറുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് മെസ്സേജായിട്ടാണ് ചോദിക്കാം. അപ്പോൾ നിങ്ങൾ ഓരോ കോളം നോക്കിയിട്ട് കറക്റ്റായിട്ട് ചെയ്ത് പോവുക. അപ്പോൾ ഈ ഒരു സിനിമയ്ക്കകത്ത് ദുൽഖർ സൽമാൻ്റെ ഫോട്ടോ വരയ്ക്കാമെന്ന് ഇങ്ങനെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം കമൻറ്റ് ചെയ്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ ചെയ്യുന്നത്. അപ്പം ജയിലർ എന്ന സിനിമയ്ക്കകത്ത് മോഹൻലാലിൻ്റെ ഡ്രോയിങ് ആയിരുന്നു ഞാൻ നെക്സ്റ്റ് ചെയ്യാൻ വേണ്ടി ഇരുന്നത്. അപ്പം എനിക്ക് ആ ഒരു ഇമേജ് കറക്റ്റ് ക്ലാരിറ്റിയുള്ള ഇമേജ് ഒന്നും കിട്ടിയില്ല. അതുകൊണ്ടാണ് ചെയ്യാൻ പറ്റാതെ പോയത്. അപ്പം ഞാൻ നോക്കിയപ്പോൾ എനിക്ക് ഈ ഒരു ഇമേജ് കിട്ടി. അപ്പോൾ ഇത് ചെയ്താക്കാമെന്ന് വെച്ചു. പിന്നെ നിങ്ങൾ കമൻറ്റ് ചെയ്യുന്നതൊക്കെ ഞാൻ കാണാറുണ്ട്. അപ്പം അതൊക്കെ നമുക്ക് ഓരോ ദിവസമായിട്ട് ചെയ്യാം. അപ്പം നല്ല ക്ലാരിറ്റിയുള്ള ഇമേജ് കിട്ടാൻ വരുന്നൊരു താമസം കൊണ്ടാണ് ചെയ്യാൻ താമസിക്കുന്നത്. നിങ്ങൾ കമൻറ്റ് ചെയ്തോളൂ, ഞാൻ കമൻറ്റൊക്കെ നോക്കാറുണ്ട്. അപ്പം ഒന്നും വിട്ടുപോകില്ല, നമുക്ക് ഓരോ ദിവസമായിട്ട് ചെയ്യാം. അതുപോലെ എനിക്ക് വേറെയും ചാനലുണ്ട്. അപ്പോൾ അതിൻ്റെ അകത്തും വീഡിയോ ഇടണം. അപ്പം അതെല്ലാം ഒരു താമസം തന്നെയാണ്. അപ്പോൾ നിങ്ങളെൻ്റെ ബാക്കി ചാനലൊക്കെ നോക്കിയിട്ടില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് കയറി നോക്കുക. എന്നിട്ട് ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നമുക്ക് ട്രാവലിംഗ് ചാനലൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മുടെ ഈ ഒരു ചാനൽ ഹോം പേജിൽ പോയി നോക്കുവാണെങ്കിൽ ചാനൽസ് എന്നുള്ള ഇത് എടുക്കുവാണെങ്കിൽ അതിൻ്റെ അകത്ത് കാണാം എൻ്റെ ബാക്കിയുള്ള ചാനലൊക്കെ. അപ്പോൾ അതൊക്കെ ഒന്ന് കയറി നോക്കിയിട്ട് ഇത് ഇഷ്ടമായെങ്കിൽ മാത്രം സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ ഇതിന് മുമ്പ് ചെയ്ത രജനീകാന്തിൻ്റെ ഡ്രോയിങ് ആയിരുന്നു. അപ്പോൾ നല്ല വ്യൂ ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഒരുപാട് ഇഷ്ടപ്പെടുന്ന എനിക്ക് തോന്നുന്നു. ഞാൻ നല്ല സമയമെടുത്ത് ചെയ്തൊരു ഡ്രോയിങ് ആയിരുന്നു. അപ്പോൾ എനിക്ക് അതിനുള്ള റിസൾട്ട് കിട്ടി. അപ്പോൾ നമുക്ക് അതിൻ്റെ മുടി വരയ്ക്കുന്ന കാര്യമാണെങ്കിലും ശരി, ഷെയ്ഡിങ്ങിൻ്റെ കാര്യമാണെങ്കിലും ശരി, നല്ല സമയത്ത് തന്നെ നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനുള്ള റിസൾട്ട് എനിക്ക് എന്തായാലും കിട്ടി. അപ്പോൾ എനിക്ക് നല്ല സന്തോഷം തോന്നി ആ ഒരു ഡ്രോയിങ് അത്യാവശ്യം വ്യൂ ഒക്കെ വരുന്നത് കണ്ടപ്പം.
അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ തന്നെ ആ ഒരു മൂക്കിൻ്റെ കാര്യങ്ങളൊക്കെ വരയ്ക്കുന്നത് ഞാൻ ഇവിടെ സൂം ചെയ്ത് കാണിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റുമോ നോക്കിയിട്ട് ഞാനിങ്ങനെ വരച്ച് തുടങ്ങുന്നതൊക്കെ നോക്കിയിട്ട് നിങ്ങൾ അതുപോലെ ചെയ്താൽ മതി. പിന്നെ നമ്മളെല്ലാം സെയിം മെത്തേഡ് ഉപയോഗിച്ച് തന്നെയാണ് വരയ്ക്കുന്നത്. അതുകൊണ്ട് ഞാൻ ഡീറ്റെയിൽഡ് കാര്യങ്ങൾ പറഞ്ഞില്ലെങ്കിൽ നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടായിരിക്കും. കാരണം നമ്മളിപ്പം കുറേ ഡ്രോയിങ് ആയി ഇപ്പം ഗ്രിഡ് മെത്തേഡ് ഉപയോഗിച്ച് ഈ ഒരു ചാനൽ ചെയ്തിട്ടുണ്ട്. അപ്പം ഇതിന് മുമ്പുള്ള വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു വീഡിയോയും ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കുമെന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഫുള്ളായിട്ട് കാര്യങ്ങൾ ഈ വീഡിയോക്കകത്ത് പറയാത്തത്. അപ്പോൾ നിങ്ങൾ ഓരോന്നും വീഡിയോ നോക്കിയിട്ട് എങ്ങനെ വരയ്ക്കുന്നതെന്നൊക്കെ കണ്ടിട്ട് അതുപോലെ ചെയ്താൽ മതി. പിന്നെ നേരത്തെ പറഞ്ഞ സംശയം നിങ്ങൾക്ക് ചോദിക്കാം, ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. കമൻറ്റായിട്ട് വേണമെങ്കിലും ചോദിക്കാം, അല്ലെങ്കിൽ മെസ്സേജായിട്ട് വേണമെങ്കിലും ചോദിക്കാം. പിന്നെ മിക്കവർക്കും തെറ്റിപ്പോകാൻ ചാൻസ് ഉള്ളൊരു കാര്യം എന്ന് വെച്ചാൽ കണ്ണ് വരയ്ക്കുമ്പോഴായിരിക്കും മിക്കവർക്കും തെറ്റിപ്പോകുന്നത്. അപ്പം ആ ഒരു കാര്യം ഞാൻ ഇവിടെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ സൂം ചെയ്തിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ എങ്ങനെ വരച്ച് തുടങ്ങുന്നതൊക്കെ നോക്കിയിട്ട് നിങ്ങൾ വരച്ചാൽ മതി. അപ്പോൾ നമുക്ക് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. നമുക്ക് ഗ്രിഡ് മെത്തേഡ് ഉപയോഗിച്ച് വരയ്ക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഓരോ കോളം നോക്കിയിട്ട് ചെയ്താൽ മതി. അപ്പം ആ ഒരു ഓരോന്നും ഞാൻ വരച്ച് തുടങ്ങുന്നത് എങ്ങനെയാണെന്നും അതിൻ്റെ എങ്ങനെ വരച്ച് അവസാനിപ്പിക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ നോക്കിയാൽ മതി. എന്നിട്ട് അതുപോലെ ചെയ്യുക. കണ്ണ് വരയ്ക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് വേണ്ടിയിട്ട് ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. കണ്ണിൻ്റെ മാത്രമായിട്ട് നമ്മൾ എങ്ങനെയാണ് കണ്ണ് വരയ്ക്കേണ്ടത്, അല്ലെങ്കിൽ എങ്ങനെ കണ്ണ് വരച്ച് പ്രാക്ടീസ് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ആ ഒരു വീഡിയോക്കകത്ത് പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് കൂടുതൽ ഐഡിയ ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ആ ഒരു വീഡിയോ ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കിയാൽ മതി. നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് ഇപ്പോൾ ഏത് വരയ്ക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ആ ഒരു കാര്യം പിന്നെയും വരച്ച് പഠിക്കുക. ഇപ്പോൾ നമ്മൾ മൂക്ക് വരയ്ക്കുന്ന വീഡിയോ ഇപ്പോൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അത് വേണമെങ്കിൽ കണ്ടു നോക്കാം. ഓരോ കാര്യങ്ങൾ നമ്മൾ ഈ ചാനലിൽ ചെയ്തിട്ടുണ്ട്. അപ്പം ഏതാ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ആ ഒരു കാര്യം നിങ്ങൾ വരച്ച് പഠിച്ചാൽ മതി. അതുപോലെ നിങ്ങൾക്ക് ഫ്രീ ഹാൻഡ് ഡ്രോയിങ് ചെയ്ത് പഠിക്കണമെങ്കിൽ അല്ലെങ്കിൽ ചെയ്ത് നോക്കണമെങ്കിൽ അതിൻ്റെ വീഡിയോ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മുടെ ചാനൽ പ്ലേലിസ്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നോക്കിയാൽ മതി. അപ്പോൾ നിങ്ങൾക്ക് അത്യാവശ്യം കാര്യങ്ങളൊക്കെ കിട്ടും, ഐഡിയ ഒക്കെ കിട്ടും. അത് നോക്കിയിട്ട് നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ ഒരുപാട് വീഡിയോ ഒന്നും ചെയ്തിട്ടില്ല ഫ്രീ ഹാൻഡിൻ്റെ. അപ്പോൾ നമ്മൾ കൂടുതലും ഗ്രിഡ് മെത്തേഡ് ഉപയോഗിച്ചുള്ള ഡ്രോയിങ്ങാണ് ചെയ്തേക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അത് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾക്ക് അത് ചെയ്ത് നോക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ നമുക്ക് കുറച്ച് നല്ല രീതിയിൽ പ്രാക്ടീസ് ഉണ്ടെങ്കിൽ നമുക്ക് ഫ്രീ ഹാൻഡായിട്ടാണ് ഫേസൊക്കെ വരയ്ക്കാം. വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല, നമുക്ക് ഈസി ആയിട്ട് ചെയ്യാവുന്നേ ഉള്ളൂ. കുറച്ച് നാളത്തെ പ്രാക്ടീസ് വേണമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ആ ഒരു കാര്യങ്ങളൊക്കെ നിങ്ങൾക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. പിന്നെ വീഡിയോ ഇഷ്ടമായി തീർച്ചയായും ഒന്ന് ലൈക്ക് ചെയ്യുക, ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത വീഡിയോ കാണുന്നത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇപ്പോൾ ഡ്രോയിങ് പഠിക്കാൻ താല്പര്യമുള്ള ആൾക്കാരൊക്കെയാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. നോട്ടിഫിക്കേഷൻ ഓളുന്ന ഓപ്ഷനുള്ള എനേബിൾ ചെയ്ത് വെച്ചേക്കുക. അപ്പോൾ ഞാൻ വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് അതിന് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. നമ്മുടെ ചാനൽ വഴി നമ്മൾ കൂടുതലും ട്യൂട്ടോറിയൽ വീഡിയോസൊക്കെ ഇടാറുണ്ട്. അപ്പം ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക.